ഡിസ്ട്രിക്ട് ക്വിസൈൻ എന്ന് പറയുന്നത്. ആയിട്ടുള്ള അമിത്ഷാ, യൂണിയൻ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത്ഷാ ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് മെയിൻ ആയിട്ടും ഇവർ ചെയ്തിരിക്കുന്ന എന്തിനാണ്, ഈ ഒരു ഇനിഷ്യേറ്റീവ് ഇവർ തുടങ്ങിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ട്രഡീഷണൽ ഫുഡിനും അതുപോലെ തന്നെ ഓരോ ഡിസ്ട്രിക്റ്റിലുള്ള ട്രഡീഷണൽ ഫുഡിനും ബിവറേജിനും ഉള്ള ഒരു പ്രത്യേകതകൾ അത് കാണിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു സംഭവം മുൻപോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ട്രഡീഷണൽ ആയിട്ട് ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള ഓരോ ഭക്ഷണങ്ങളും അവരുടേതായിട്ടുള്ള ഓരോ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാണിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ആണ് വൺ ഡിസ്ട്രിക്ട് വൺ ക്വിസൈൻ എന്ന് പറയുന്നത്. അത് ഏത് ഗവൺമെൻറ് ലോഞ്ച് ചെയ്തെന്ന് ചോദിച്ചാൽ UP ഗവൺമെൻറ് ആണ് ലോഞ്ച് ചെയ്തത്. ആരെ ലോഞ്ച് ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത്ഷാ ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ ഗവൺമെൻറ് രാജ് ഉന്നതി എന്ന് പറഞ്ഞൊരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പ്രോജക്റ്റ് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ പറയുന്ന രാജസ്ഥാൻ ഗവൺമെൻറ് രാജ് ഉന്നതി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് മെയിനായിട്ട് ഇവർ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന സെൻറ്ററിൻ്റെ പ്രാഗതി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. ആ ഒരു പ്രോജക്റ്റിൻ്റെ ഇൻസ്പിറേഷനിലാണ് രാജസ്ഥാൻ ഗവൺമെൻറ് രാജ് ഉന്നതി എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നത്. ഇത് മെയിനായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോജക്റ്റ്, സ്കീം അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അതൊക്കെ ഇപ്പം സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, ഒരു വേരിയസ് റീസൺ എന്തെങ്കിലും ഒരു കാരണത്താൽ അത് സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ബേസ്ഡ് ആയിട്ടുള്ള അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ റിസോൾവ് ചെയ്യുക, ആ പ്രശ്നങ്ങളൊക്കെ റിസോൾവ് ചെയ്യുക, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക എന്നുള്ള ഒരു എയിമിൽ, ആ ഒരു ലക്ഷ്യത്തിലാണ് രാജ് ഉന്നതി എന്ന് പറയുന്ന ആ ഒരു പുതിയൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ രാജസ്ഥാൻ ആണ് ഇങ്ങനെ ഒരു രാജ് ഉന്നതി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് അഡോപ്റ്റ് ചെയ്ത ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം രാജസ്ഥാൻ ഗവൺമെന്റ് മുൻപോട്ട് കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് ആണ് രാജ് ഉന്നതി എന്ന് പറയുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് അവർ എന്തിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മുൻപോട്ട് വെക്കുന്ന ഗവൺമെന്റ് മുൻപോട്ട് വെക്കുന്ന പ്രോജക്ട്സ് ഒക്കെ സ്റ്റക്കായിട്ട് നിൽക്കാന്ന് വിചാരിക്കുക, അത് കുറച്ച് നേരത്തേക്ക് നിർത്തലാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചെങ്കിൽ ആ പ്രശ്നം റിസോൾവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ രാജ് ഉന്നതി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് അഡോപ്റ്റ് ചെയ്ത സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ ഒരു പുതിയ റോബോട്ടിനെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ പേരാണ് ASC അർജുൻ എന്ന് പറഞ്ഞത്. ഇത് ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇത് കൊണ്ടുവന്നത്? വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്ത്യൻ റെയിൽവേ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്, ഇന്ത്യൻ റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റേഷൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഒന്ന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഡിസൈൻ ചെയ്തതും ഡെവലപ്പ് ചെയ്തതും വിശാഖപട്ടണത്തിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തതും ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇത് ASC അർജുൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്. ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇന്ത്യൻ റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്, അത് വായിച്ചു നോക്കിയാൽ മതി. അടുത്ത ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഇനാഗ്രേറ്റ് ചെയ്തു ഗ്രന്ഥ് കുതിർ എന്ന് പറഞ്ഞ സംഭവം രാഷ്ട്രപതി ഭവനിൽ വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണ് ഈ ഗ്രന്ഥ് കുതിർ എന്ന് പറഞ്ഞാൽ? ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുറേ ബുക്സിൻ്റെയും അതുപോലെ മാനുസ്ക്രിപ്റ്റിൻ്റെ ഒരു കളക്ഷനാണ്. അത് നമ്മുടെ ഈ 11 ക്ലാസിക്കൽ ലാംഗ്വേജ്, ഇന്ത്യയിലുള്ള 11 ക്ലാസിക്കൽ ലാംഗ്വേജിലായിട്ട് എഴുതിയിരിക്കുന്ന കുറേ ബുക്സിൻ്റെ മാനുസ്ക്രിപ്റ്റിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ ഈ ഗ്രന്ഥ കുതിർ എന്ന് പറയുന്നത്. ഇത് ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? നമ്മുടെ പ്രസിഡന്റ് ആണ് ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ക്ലാസിക്കൽ ലാംഗ്വേജസ് ഏതൊക്കെയാണ്? തമിഴ്, സാൻസ്ക്രിത്, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ, മറാത്തി, പാലി, പ്രാകൃത്, ആസാമീസ്, ബംഗാളി, ഇതൊക്കെയാണ് നമ്മുടെ 11 ക്ലാസിക്കൽ ലാംഗ്വേജസ്. ഈ 11 ക്ലാസിക്കൽ ലാംഗ്വേജിലുള്ള ബുക്കുകളുടെ മാനുസ്ക്രിപ്റ്റിൻ്റെ ഒരു റിച്ച് കളക്ഷൻ, അതിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഈ ഗ്രന്ഥകുതിർ എന്ന് പറയുന്നത്. ഇത് എന്തിനെയാണ് കാണിക്കുന്നത്? നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു റിച്ച് ആയിട്ട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൾച്ചറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രന്ഥകുതിർ ആരാ ഇനാഗ്രേറ്റ് ചെയ്തത്? നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഇനാഗ്രേറ്റ് ചെയ്തത്. ഇത് മെയിനായിട്ടും കൊണ്ടുവന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു കൾച്ചറും ഹെറിറ്റേജിനെയൊക്കെ പറ്റിയിട്ട് ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക, അവർക്കൊക്കെ ഒരു അവയർനെസ് കൊടുക്കുക, സിറ്റിസൺ ഒരു അവയർനെസ് കൊടുക്കുക എന്ന ഉദ്ദേശത്തിൽ അവർ മുൻപോട്ട് വെച്ചതാണ്. അടുത്തത് നമ്മുടെ നേരത്തെ കേരള ഹൈക്കോർട്ട് ഫോർമർ ജഡ്ജ് ആയിട്ടുള്ള സിരി ജഗൻ മരണപ്പെട്ടു. അപ്പോൾ ആള് നമ്മുടെ കേരളത്തിലെ ഹൈക്കോർട്ടായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെന്ത് ചെയ്തു? ഇപ്പം മരിച്ചു എന്നാണ് പറയുന്നത്. അടുത്തത് നമ്മളിനി പറയാൻ പോകുന്ന പത്മശ്രീ അവാർഡ്സിനെ പറ്റിയാണ്. നമ്മൾ പത്മ അവാർഡ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ പത്മ അവാർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ റിപ്പബ്ലിക് ഡേ ഇവൻറ്റിൽ
അനൗൺസ് ചെയ്യുന്നതാണ് ഈ പത്മ അവാർഡ്സ് എന്ന് പറഞ്ഞാൽ. അത് കുറേ അവാർഡ്സ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളതൊക്കെ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത്രയൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് എന്താണ് പത്മ അവാർഡ്സ് എന്നുള്ളത് നമ്മൾ പറയുന്നത്. പത്മ അവാർഡ്സ് 2026 നമ്മൾ റിപ്പബ്ലിക് ഡേ ഇവന്റിൽ ആണ് ഇത് അനൗൺസ് ചെയ്യുന്ന ഈ ഒരു പത്മ അവാർഡ്സ്. ഇത് മെയിനായിട്ട് ഈ അവാർഡ്സ് 3 കാറ്റഗറീസിലുള്ളത്. പത്മവിഭൂഷൺ ഉണ്ട്, പത്മഭൂഷൺ ഉണ്ട്, പത്മശ്രീ ഉണ്ട്. അങ്ങനെ പല ഫീൽഡിലായിട്ട് പത്മവിഭൂഷണും പത്മശ്രീ അതുപോലെ പത്മഭൂഷൺ ഇങ്ങനെ 3 കാറ്റഗറിയിലായിട്ടാണ് പത്മ അവാർഡ്സ് കൊടുക്കുന്നത്. ഇങ്ങനെ ഇതിനകത്ത് ഏതൊക്കെ ഇതിന്റെ ഡിസിപ്ലിൻസിനാണ് കൊടുക്കുന്നത്? ആർട്ട് മുതൽ സോഷ്യൽ വർക്ക്, പബ്ലിക് അഫയേഴ്സ്, സയൻസ്, എഞ്ചിനീയറിംഗ്, സ്പോർട്സ്, സിവിൽ സർവീസ്, അങ്ങനെ പല ഫീൽഡിലേക്ക് പല ഡിസിപ്ലിനിലേക്ക് നമ്മൾ ഈ ഒരു അവാർഡ് കൊടുക്കാറുണ്ട്. ഈ വർഷം പ്രസിഡന്റ് ഏകദേശം 131 പത്മ അവാർഡ്സ് ആണ് കൊടുത്തത്. അതിൽ 5 പത്മവിഭൂഷണും 13 പത്മഭൂഷണും 113 പത്മശ്രീ അവാർഡ്സും ഉണ്ട്. പിന്നെ അത് ഓരോന്നുമാണ് ഇനി താഴെ അവർ ബോക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് നമ്പർ വിന്നേഴ്സ് ഉള്ളത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ്. 15 പേര് അവിടെ വിന്നർ ആയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം തമിഴ്നാടുണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, കേരളത്തിൽ മൊത്തം 8 പേർക്കാണ് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഈ പത്മ അവാർഡ്സ് ഒക്കെ കൊടുക്കുന്നത് പ്രസിഡന്റ് ആണ് കൊടുക്കുന്നത്. രാഷ്ട്രപതി ഭവനിൽ വെച്ചിട്ട് ആണ് ഈ ഒരു അവാർഡ്സ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ പത്മ അവാർഡ്സ് എന്ന് പറഞ്ഞ ഏത് ഇവന്റിലാണ് നമ്മളത് കൊടുക്കുന്ന അനൗൺസ്മെന്റ് നടത്തുന്നത്? റിപ്പബ്ലിക് ഡേ ഇവന്റിലാണ് അനൗൺസ്മെന്റ് നടത്തുന്നത്. പത്മ അവാർഡ്സ് 3 കാറ്റഗറി ഉണ്ട്. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ, അങ്ങനെ 3 കാറ്റഗറീസ് ഉണ്ട്. ഈ വർഷം എത്ര അവാർഡ്സ് ഉണ്ടായിരുന്നു? മൊത്തം 131 അവാർഡ്സ് ഉണ്ടായിരുന്നത്. 5 പത്മവിഭൂഷണും 13 പത്മഭൂഷണും 113 പത്മശ്രീ അവാർഡ്സ്. ഏറ്റവും കൂടുതൽ വിന്നേഴ്സ് ഉള്ളത് ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ വിന്നേഴ്സ് ഉള്ളത്. അതെ, നമുക്ക് പത്മ അവാർഡ്സിനെ പറ്റി പറയാനുള്ളത്. അടുത്ത് പിന്നെ നമ്മൾ പറയുന്നത് റിപ്പബ്ലിക് ഡേയെ പറ്റിയിട്ടാണ്. റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ്? 77th റിപ്പബ്ലിക് ഡേ ആണ് ഈ വട്ടം നടന്നത്. അതിൽ പ്രസിഡന്റ് കുറെ അവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 70 ആംഡ് ഫോഴ്സ് പേഴ്സണൽസിനാണ് പ്രസിഡന്റ് അവാർഡ് കൊടുത്തിട്ടുള്ളത്. അവരെ പറ്റിയിട്ടാണ് പിന്നെ ഈ ഒരു ബോക്സിൽ പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഡേയ്സിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. നമുക്ക് അത് ഫസ്റ്റ് തൊട്ട് നോക്കാം. ഓക്കെ, 26 എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഡേ ആയിരുന്നു. എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ്? 77th റിപ്പബ്ലിക് ഡേ ആണ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നിട്ട് 77 വർഷം ആയിട്ടുണ്ട്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന കെയിം ഇൻ ടു എഫക്റ്റ് എന്നാണ് January 26, 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അത് അഡോപ്റ്റ് ചെയ്തത് എന്നാന്ന് ചോദിച്ചാൽ November 26, 1949 അഡോപ്റ്റ് ചെയ്തത്. പക്ഷെ അത് കെയിം ഇൻ ടു എഫക്റ്റ് എന്നാണ് ചോദിച്ചാൽ January 26, 1950 ആണ്. പിന്നെ ഇന്റർനാഷണൽ കോൺഗ്രസ് 19 December 1929 പൂർണ്ണ സ്വരാജ് പാസ് ചെയ്തത്. ആ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തത് ലാഹോർ സെഷനിൽ വെച്ചാണ് ഈ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ നടന്നത് ഇർവിൻ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. ന്യൂഡൽഹിയിലെ ഇർവിൻ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. അവിടെ വെച്ചിട്ട് പരേഡ് നടത്തിയാണ് ആദ്യമായിട്ട് നമ്മൾ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ നടത്തുന്നത്. അതുപോലെ പ്രസിഡന്റ് ആണ് നാഷണൽ ഫ്ലാഗ് ഉയർത്തുന്നുമുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ഈ ഒരു 25th ജാനുവരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. ഇന്ത്യ എല്ലാ വർഷവും ഈ ഒരു ദിവസം നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 1950 ഇത് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അന്ന് മുതൽ നമ്മൾ എല്ലാ വർഷവും January 25 നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ വട്ടത്തെ തീം എന്താണെന്ന് വെച്ചാൽ മൈ ഇന്ത്യ മൈ വോട്ട് എന്നുള്ളതാണ് അതിന്റെ ഈ വട്ടത്തെ തീം, 2026 തീം. പിന്നെ നാഷണൽ ടൂറിസം ഡേയും 25th ജാനുവരി തന്നെയാണ്. അപ്പോൾ ഇതിന്റെ നാഷണൽ ടൂറിസം ഡേ നമ്മൾ 1948 ആദ്യമായിട്ട് ആ ഒരു ടൈമിലാണ് തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു നാഷണൽ ടൂറിസം ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ 25th ജാനുവരി നാഷണൽ ടൂറിസം ഡേയും ആണ്, അതിൽ നാഷണൽ വോട്ടേഴ്സ് ഡേയും ആണ്. ആ 2 ദിവസവുമാണ്. ഈ 26 ജാനുവരി റിപ്പബ്ലിക് ഡേ ആണ്. അതുപോലെ ഇന്റർനാഷണൽ കസ്റ്റംസ് ഡേ കൂടിയാണ്. ഈ വട്ടത്തെ അതിന്റെ തീം എന്താണെന്ന് വെച്ചാൽ കസ്റ്റംസ് പ്രൊട്ടക്ടിങ് സൊസൈറ്റി ത്രൂ വിജിലൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് എന്നുള്ളതാണ് ഈ വട്ടത്തെ ഇതിന്റെ തീം. പിന്നെ 26 ജാനുവരി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എനർജി 2025 ആണ്. ഇത് 2023 ഇത് ഡിക്ലെയർ ചെയ്യുന്നത് ഈ ഒരു ദിവസം. അതിനുശേഷം നമ്മൾ പിന്നെ എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്.
പിന്നെ അതുപോലെ തന്നെ 25th ജാനുവരി ഹിമാചൽ പ്രദേശ് സ്റ്റേറ്റ്ഹുഡ് ഡേ ആണ്. സ്റ്റേറ്റ്ഹുഡ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശ് നമ്മൾ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്താണ് ഈ പറഞ്ഞ പോലെ 1971 25 ജാനുവരിയിലാണ്. അന്ന് അത് എന്താണ് നമ്മുടെ ഇന്ത്യയുടെ 18ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് മാറിക്കൊണ്ടാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഉത്തർപ്രദേശ് ഫൗണ്ടേഷൻ ഡേയും എന്നാൽ ജാനുവരി 24 ആണ് ഉത്തർപ്രദേശ് ഫൗണ്ടേഷൻ ഡേ. ജാനുവരി 24 1950 ഉത്തർപ്രദേശ് നമ്മളൊരു യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന് പറയുന്ന പേര് ഉത്തർപ്രദേശ് ആയിട്ട് നമ്മൾ റീനെയിം ചെയ്യുന്നത്. അതിൻ്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്ഡ് ഇന്ത്യ ഡെവലപ്ഡ് ഉത്തർപ്രദേശ് എന്നതാണ് അതിൻ്റെ തീം. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നമ്മുടെ ബുക്സ് ആൻഡ് ഓതേഴ്സ് നമുക്ക് നോക്കാം.